ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കണ്ടോ, എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഗ്രീൻ കിച്ചണിൽ മാത്രമാണോ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ കിച്ചണിൽ മാത്രമാണ് എല്ലാ പണികളും ആക്കുന്നത്. മറ്റേ കിച്ചണിലോട്ടോ അല്ലെങ്കിൽ അകത്തേക്കൊക്കെ ഓരോ പണികളായിട്ട് ഇവർ പോവും, പിന്നെ ആണ്ട് അലമ്പാക്കി വരും. ഇവിടെ ഇപ്പം നാത്തൂന്, അതായത് ഇക്കാനും മൂത്ത സിസ്റ്റർ കുറച്ച് പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കിയതും ഉണ്ടായതും പിന്നെ ചക്കയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നപ്പോൾ കണ്ടോ, അവിടെ മൊത്തം പരന്ന് കിടക്കുന്നത്. കട്ടിംഗ് ബോർഡ് പോലും എടുക്കുന്നില്ല, ഒരു പേപ്പർ പോലും വെക്കാണ്ട് നേരെ ചക്ക ഗ്രാനൈറ്റിൽ വെച്ചിട്ട് മുറിച്ചിരിക്കുന്നത് ഇക്ക. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ മാക്സിമം എന്ത് അലമ്പുണ്ടെങ്കിലും ഇവിടെ ആക്കിക്കൊള്ളി, അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. അപ്പോൾ ഇത് പേരക്കമാങ്ങാണ് ഇത്ത കൊണ്ടുവന്നത്. കുറേ മാങ്ങകളുണ്ട്. അപ്പോൾ കണ്ടോ, അതൊക്കെ കാട്ടുന്നത് കട്ടിംഗ് ബോർഡ് ഒന്നും എടുക്കാണ്ട് അതിമ വെച്ചിട്ട് തന്നെ മുറിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് തന്നെ മുറിക്കണുണ്ടോ. എന്നിട്ട് മാങ്ങ കഴുകണം. ആ നേരം കൊണ്ടൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് മുറിക്കാവുന്നുള്ളൂ. ഇതാണ് ആണുങ്ങൾ കിച്ചണിൽ കയറിയുള്ള പ്രശ്നം. കണ്ടോ, ചക്കൊക്കെ അലമ്പായി കിടക്കും. ഇനിയിപ്പോൾ അത് പോകണമെങ്കിൽ അതിൻ്റെ ആ ഒരു വെളിഞ്ഞീന് പോകണമെങ്കിൽ എന്തൊരു പാടാണ്. ഞാനൊരു കഷ്ണം മാങ്ങ ചോദിച്ചതിന് എന്താണ് ഓക്കെ, അപ്പോൾ തമാശയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ ആരൊക്കെയോ ചോദിച്ചിരുന്നു നിസ്കാര റൂമുണ്ടോ. നിസ്കാര റൂമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു നിന്നുള്ളൂ. നിസ്കാര റൂം നമ്മൾ കിച്ചൻ്റെ തൊട്ടടുത്താണ്. റൂയിൻ്റെ സൈക്കിൾ ഇന്നാണ് പുറത്തേക്ക് എടുക്കുന്നത്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. സൈക്കിൾ ഇരുന്നിട്ടുള്ളൂ, അപ്പോൾ ഒരിക്കലും അതിൻ്റെ മേലെ കയറണം എന്നാണ്. റൂയിക്ക് വേറെ സൈക്കിൾ വാങ്ങിച്ചു കേട്ടാ. റൂയിൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് എൻ്റെ ഉപ്പ് വാങ്ങിച്ചു കൊടുത്തൊരു സൈക്കിളാണ്, കുറേ മുമ്പ്. അത് ഞങ്ങൾ ഇവയിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെറിയ കുട്ടിയപ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ അത് തന്നെയാണ് ഓടിക്കുന്നത്. അങ്ങനെ നാക്കാൻ പറ്റില്ല ആർക്കും. അതൊന്ന് ഫിക്സ് ചെയ്ത് തരുമോ? കുറേ നേരമായി ഞാൻ ഇക്കനോട് എൻ്റെ ഒരു ചെടീൻ്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിതവിടെ ഈ മൂച്ചിയുടെ ചോട്ടിരിക്കുകയാണ്. കുറേ നേരമായി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഫാനിൻ്റെ ചോട്ടിരുന്ന് തണുപ്പിച്ചിട്ട് വരാറുണ്ട്. ഞാൻ കുറേ നേരമായി ഇവിടെ ഇങ്ങനെ ഇരിക്കണം. പീകോക്ക് ഇസ് ദ നാഷണൽ ബേർഡ്. എവിടെയെന്ന് പീകോക്ക് പോയി, എവിടേക്കോ പോയി. നെക്സ്റ്റ് പോയി. എന്തൊക്കെയാ വാങ്ങിച്ച്? മുട്ടായി തിന്ന്. എന്താ റൂയിക്ക് ഒന്നും സംസാരിക്കാൻ കേട്ടില്ലെങ്കിൽ വെറുതെ തല എങ്ങനെ ചൊറിയണത്? എന്ത് സാധനം? കിറ്റ്കാറ്റ്, ചോക്കോപ്പയ. നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതാ ഇപ്പോഴും അതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇനി എന്നാണാവോ പുറത്തേക്ക് എടുക്കുക. ആ ഓക്കെ, ആ ഓക്കെ. ഇക്ക ഇന്ന് വരുമോ? ഞാൻ അകത്ത് കയറിയാൽ പിന്നെ പുറത്തിറങ്ങൂലട്ടാ. റൂയിൻ്റെ കാല് വേനിക്കില്ലേ? റൂയി കാല് വേനിക്കുന്നില്ലേ? ഒന്നുമില്ല. ആ ആ ആ അവിടെ ഇരുന്ന് ചെയ്തോളേ. ആ ഷൂ ഒന്ന് അയച്ചുക്കോടെ, അതിൻ്റെ അടയാളം വരുന്നുണ്ട് അവിടെ, അതിൻ്റെ അകത്തുണ്ട്. ഞാൻ വരാം. ഇത് എത്ര ദിവസമായെന്നറിയോ ഈ ഒരു സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാൻ നിൽക്കുന്ന എന്ന് പറയുമ്പോഴും ഇക്കന്ന് നാളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ കയ്യോടെ പിടികൂടിയതാണ്. ഇന്ന് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ നീറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടോ, പുറത്തിറക്കിയപ്പോൾ രണ്ട് വഴി കൂടി കാണാണ്ട് ചോക്ലേറ്റ് കഴിക്കുക കേട്ടോ. ചോക്ലേറ്റ് കഴിക്കുന്നതിന് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്. അല്ലാത്ത സമയത്ത് ഭയങ്കര കീരിയും പാമ്പുമാണ് കേട്ടോ. അങ്ങനെ ഇക്ക അവസാനം ഫിക്സ് ചെയ്ത് തന്നു. ഇത് എനിക്ക് ഫിക്സ് ചെയ്യാൻ അറിയാനിട്ടൊന്നുമല്ല, പക്ഷേ ഇക്ക ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പെർഫെക്റ്റ്നെസ്സിൽ കിട്ടും. പിന്നെ എനിക്ക് ആ പണി കുറയല്ലോ. ഇത് നെക്സ്റ്റ് ഡേത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ്. ശരിക്കും ഊണ് വീഡിയോ എടുക്കാനാണ് എനിക്ക് എളുപ്പം. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ ഓരോ തിരക്കിട്ട് പണിയിലായിരിക്കും. പിന്നെ ഡ്രസ്സും പ്രോപ്പർ ആവില്ല, സ്ലീവ് കുറവുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്തെങ്കിലും പുറത്ത് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോയിൽ കാണിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഫുൾ സ്ലീവ് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കേട്ടോ.
അപ്പോൾ ഉച്ചത്തേക്ക് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചോറ് കഴിക്കാൻ 1-2 ആൾക്കാരും കൂടിയുണ്ട്. അപ്പം മീനും മുളകിടുന്നുണ്ട്, പിന്നെ ഫ്രൈ ആക്കുന്നുണ്ട്, പിന്നെ രസവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകുക കേട്ടോ. അപ്പം പിന്നെ റുക്കിയാമ്മു അരിഞ്ഞു. പിന്നെ ഉമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അത് ആരൊക്കെ ചോദിച്ചിരുന്നല്ലോ കഴിഞ്ഞ വ്ളോഗിലും. പിന്നെ മീൻ അയില, കുഞ്ഞ് അയിലയുണ്ട്, പിന്നെ പുലിമുരുകൻ മീനുണ്ട്. ആ ഒരു പുലിമുരുകൻ പോലെ പുലിയുടെ തൊലി പോലത്തെ ഒരു തൊലിയുള്ള മാന്തളില്ലേ, അത് ആ മാന്തളിനെ പുലിമുരുകൻ എന്ന് നമ്മൾ പറയുക ഇവിടെ. ഓക്കെ, അത് പുലിമുരുകൻ സിനിമ ഇറങ്ങിയതിന് ശേഷം വന്നൊരു പേരാട്ടോ. അങ്ങനെ ഞാൻ ആദ്യം തക്കാളി, കുറച്ചധികം കറി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തക്കാളി ഒരു ചെറിയ ചട്ടിയിലാക്കിയിരുന്നു. പിന്നെ ചട്ടി മാറ്റി വലിയ ചട്ടിയിലോട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മറ്റേ ചട്ടിയിൽ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വെളുത്തുള്ളി രസം കേട്ടോ. അപ്പോൾ രസത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ സെറാമിക് നല്ല നല്ല പാത്രങ്ങളൊന്നും എടുക്കാത്ത, കുറേ ഉണ്ടല്ലോ എന്ന്. എല്ലാം ഉണ്ട്, എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡെയിലി കുക്കിങ്ങിന് ചട്ടി, ഇരുമ്പിൻ്റെ ചട്ടി അതൊക്കെ തന്നെ ഇഷ്ടം. നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാറുണ്ട് മീൻ ഫ്രൈ ആക്കാൻ. ബാക്കി എല്ലാത്തിനും ചട്ടികളാണ് എനിക്കിഷ്ടം. പിന്നെ അങ്ങനത്തെ എനിക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പാത്രങ്ങൾ എടുത്താൽ പോരെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ആ പാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ റെസിപ്പി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ആ പാത്രം എടുക്കും. അപ്പോൾ നമ്മൾ ചട്ടിയും കലത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ലാത്ത സമയത്ത് നമ്മൾ ഡെയിലി യൂസിനുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ക്യാബേജ് റുക്കിയാമ്മു അരിയുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ രസത്തിലോട്ടുള്ള പുളി പിഴിഞ്ഞെടുക്കുവാണ്. പിന്നെ പുറത്ത് നമ്മളെ കിണറിൻ്റെ ഗ്രില്ല് വെക്കാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർ കുറേ ദിവസമായി ഗ്രില്ല് പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. പക്ഷെ അത് ഭയങ്കര ആ വെയിറ്റ് ആക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ചില സാധനങ്ങളുണ്ടല്ലോ അത് വെയിറ്റ് ക്വാളിറ്റി കുറഞ്ഞ് നമ്മൾ വെക്കൂലേ, അത് 1-2 വർഷം കഴിഞ്ഞാൽ തുരുമ്പൊടിക്കും, അങ്ങനെ കേടാവും. ഇത് നമ്മൾ കിണറിന് വെക്കുന്നത് എത്രയോ 30 വർഷത്തിന് മേലെ ഗ്യാരണ്ടി ഉണ്ട്, കേടാവില്ല. പിന്നെ ലൈഫ് ലോങ് വേണ്ട ആവശ്യമില്ലല്ലോ കിണറിന് വെക്കണമൊക്കെ, ഇടയ്ക്കിടയ്ക്ക് മാറ്റുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊക്കണമെങ്കിൽ ഒരു 6-7 ആൾക്കാരെ ഇതുണ്ട് ഗ്രില്ല് പൊക്കാൻ വേണ്ടി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത്. അപ്പം എന്താ പറയുക, ആ പണീൻ്റെ ആൾക്കാരുണ്ട്. പിന്നെ അല്ലറ ചില്ലറ വേറെ പണിയുണ്ട് അവിടെ നടക്കുന്നുണ്ട്. നമ്മളെ ഹൗസ് വാമിങ് കഴിഞ്ഞെങ്കിലും വീട് പണി കഴിയാത്ത വീട് പണിയാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എല്ലാം നല്ലതിന്, അത്രയേ ഉള്ളൂ. പിന്നെ ആരോ കഴിഞ്ഞ വീഡിയോയിൽ, ഞാനിപ്പം വീഡിയോൻ്റെ കമൻസിൻ്റെ നെഗറ്റീവ് പറയൊന്നുമല്ല കേട്ടോ. ആരോ പറഞ്ഞു എല്ലാ ദിവസവും ഒരേപോലെയാണെന്ന്. നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോക്കായിട്ട് പുതിയ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നില്ല. എൻ്റെ ഒരു ദിവസമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോയും ആവും, നിങ്ങൾക്കാണെങ്കിൽ ഒന്നെങ്കിൽ റെസിപ്പി കാണാം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു രസം, ഒരു ടൈം പാസ്, എനിക്കാണെങ്കിൽ ഒരു വീഡിയോയും ആവും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ, നല്ല രസത്തിലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ വീഡിയോ എടുക്കാൻ കേട്ടോ. അതോ ഇങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം, എന്താ നിങ്ങൾ പറയൂ. അപ്പോൾ ജീരകം, കുരുമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞൊഴിച്ചതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം ഒഴിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ജീരകം, വെളുത്തുള്ളി 1-2 ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. പിന്നെ തക്കാളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, കായപ്പൊടി എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് വറവിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മളെ വെളുത്തുള്ളി രസം. അപ്പോൾ വെളുത്തുള്ളി രസത്തിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ നമ്മൾ വീട്ടിലെ ബാക്കി റൂംസൊക്കെ കാണിക്കാൻ പറയുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കും കാണിക്കാമെന്ന്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഓർമ്മ വരും. അപ്പോൾ ഇത് താഴത്തെ മക്കളുടെ റൂമാട്ടോ. മക്കളെല്ലാവരും താഴെ തന്നെ കിടക്കാറ്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ റൂഹിൻ്റെ റൂം, റോസിൻ്റെ റീൻ്റെയും മേലെയാണ്. പിന്നെ രസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ. അപ്പോൾ രസം ഞാൻ താളിച്ചൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ഇതിൻ്റെ ആൾക്കാർ വന്നത്. അതായത് ഇത് പണിതത് വേറെ ആൾക്കാരാണ്, പക്ഷെ ഇത് എടുത്ത് വെക്കാൻ കുറേ ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എൻജിനീയറിൻ്റെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഇത് എടുത്ത് വെക്കാൻ. കാരണം ഇക്കാക്കത് ഇങ്ങനെ വെയിറ്റ് ഒന്നും പൊക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സഹായത്തിന് ഇവിടെ ആരും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരോടും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാർ പൊക്കിയിട്ടും പൊങ്ങുന്നില്ല, അത്രയും നല്ല വെയിറ്റ് ഉണ്ട്, നല്ല സ്റ്റാൻഡായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതെടുത്ത് പറയേണ്ടതാണ്. ഇവരുടെ വർക്ക്സ് എല്ലാതും
നമ്മളെ വീട്ടിലെ ഗേറ്റ്, നമ്മളെ വീട്ടിലെ ഇൻഡസ്ട്രിയൽ വർക്ക്സൊക്കെ ചെയ്തിട്ടുള്ളത് ഇവരാണ് കേട്ടോ, ബഷീറാക്ക ആ ഒരു ടീം. ഞാൻ ഗേറ്റിൻ്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഞാൻ കാണിക്കേണ്ടത്. ഗേറ്റ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഗേറ്റ് ആദ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോഴേ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടമായിരുന്നു, ഇതെന്താ ഗേറ്റ് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് ഫൈനലായിട്ട് വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ എല്ലാ വർക്ക്സും നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള ബാത്റൂമൊക്കെ ഇല്ലേ അതിൻ്റെ എന്താ പറയുക ഷീറ്റ് ഇടുന്നതും പിന്നെ നമ്മളെ എന്താ പറയുക ഓപ്പൺ ടെറസിൻ്റെ ഷീറ്റും അതൊക്കെ ഇവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിലിപ്പം ആ ഒരു ഗ്രില്ല് ഉണ്ടാക്കുന്ന സമയത്ത് ആ വെൽഡിങ് ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഓരോ തിരക്ക് കാരണം അവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒഴിവുണ്ടാവുന്ന സമയത്ത് അവർ ആക്കൂല അങ്ങനെയൊക്കെ. അപ്പോൾ അത് എടുത്തിട്ടില്ല. അത് ചെയ്യുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു, അങ്ങനെ റൗണ്ടാക്കിയിട്ട് ചെയ്യുന്നതും ആ ഒരു ഇങ്ങനെ ഗ്രില്ല് ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ വേറൊരു കിണറും കൂടി ഉണ്ട്, അതിന് നമ്മൾ നോർമൽ ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത്, ഇതിന് നല്ല വെയിറ്റുള്ള ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കുറേ ടൈം എടുത്തിട്ടാണ് അത് അതിൻ്റെ മേലെ കയറ്റിയത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ദിവസവും ഞാൻ പറയുന്നത് നിങ്ങൾ മറന്നു പോകും വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ക്യാബേജ് അവിടെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാബേജ് അവിടെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഗ്രില്ല് നോക്കാൻ പോയതാണ്. അപ്പം ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാന്തൾ ഫ്രൈ ആക്കി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ചോറ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതായത് ചോറ് വിളമ്പുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കഴിക്കുന്ന സമയത്താണ് ഓർത്തതല്ലോ ചോറ് കഴിക്കുന്ന എടുത്തിട്ടില്ലല്ലോ എന്നും. അപ്പം ഞാൻ നല്ല രീതിയിൽ നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ റൂഹിമോളാണെങ്കിൽ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ചൂടെടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.